എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ബ്രഷ് കട്ടറിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതായത് വില കുറഞ്ഞ ഒരു പ്രൊഫഷണൽ ബ്രഷ് കട്ടറിന്റെ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ഡെയിലി യൂസിനും പറ്റും, അതുപോലെ നമുക്ക് വീട്ടുപയോഗത്തിനും പറ്റും, അതല്ല തുടക്കക്കാർക്കും പറ്റും. ഈ ടൈപ്പിലുള്ള ഒരു മെഷീനാണ്. അതായത് അഗ്രിൻഡെക്സിന്റെ ഒക്കെ ഒരു കോപ്പി. ഈഗിൾ എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. വില വരുന്നത് 13,000 രൂപയാണ്. ഇനി വില കണ്ടില്ലേ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും എന്താ പറയാ ഇത് ചെയ്യണ്ട. ഈ പറഞ്ഞ വില എന്ന് വെച്ചാൽ 13,000 രൂപയാണ് വില. അതായത് എനിക്ക് വിൽക്കാൻ പറ്റുന്ന വില 13,000 രൂപ. കടയിൽ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു 16,000 രൂപ ആ റേഞ്ച്, 16,500 റേഞ്ച് ഉണ്ട്. സെയിം പക്ക നമ്മുടെ പഴയ ഗ്രീൻഡെക്സ് മോഡലാണ്. സ്റ്റാർട്ടറിൽ മാത്രം വ്യത്യാസമുണ്ട്, അതുപോലെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്. ചെറിയ അതായത് ഹോണ്ട ടൈപ്പ് ഹാൻഡിലാണ് വരുന്നത്. സ്റ്റാർട്ടർ വന്നിട്ട് ചെറിയ എന്താ പറയുക ഹസ്കോണ്ട ടൈപ്പ് ഒരു സ്റ്റാർട്ടർ വരുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ കാർബറേറ്റർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് വാൽപ്രോ പോലത്തെ, അതായത് വാൽപ്രോ എന്ന് പേരില്ല, വേറെ പേരിലാണ് വാൽപ്രോ പോലത്തെ കാർബറേറ്റർ ഉണ്ടാക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂറിൻ്റെ അടുത്ത് മൈലേജ് ഉണ്ട്. പിന്നെയാണെങ്കിൽ പവർ ആണെങ്കിൽ നല്ല തെറ്റില്ലാത്ത പവർ ഉണ്ട്, സ്മൂത്താണ് മെഷീൻ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് സംഗതി നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം. കാര്യം എന്ന് വെച്ചാൽ വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ടാവും. അതല്ലാതെ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് വീഡിയോയിൽ നമ്പർ കാണുമ്പോൾ ഓടി പടഞ്ഞു ചേട്ടാ ആ മെഷീൻ്റെ വില എന്താണ്, എത്ര സി ആണ്, പവർ എത്രയാണ്, ഇതൊക്കെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് മാത്രം എന്നെ വിളിക്കുക. പിന്നെ നമുക്ക് ഓൾ കേരള ഇതിന് പാർസൽ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് എല്ലായിടത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് പാർസൽ അയച്ചു തരുന്നതാണ് സാധാരണ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരുപാട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 വർഷമായിട്ട് നമ്മൾ അത്യാവശ്യം ഈ പറഞ്ഞ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും പാർസലാണ് നമ്മൾ ഇവിടുന്ന് വിടാറ്. പിന്നെ ഇവിടെ അടുത്ത് കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന ടീമിനൊക്കെ ആണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് ഇവിടെ പോകണമെങ്കിൽ ഞാൻ കൊണ്ട് എത്തിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ ഇവിടുന്ന് ഒരു പൊള്ളാച്ചിന്ന് ഒരു അണ്ണൻ വന്നിട്ട് ഒരു 3 മെഷീൻ എടുത്തിട്ട് പോയി. അപ്പോൾ ഇന്ന പോലെ നിങ്ങളും ഇതേപോലെ തന്നെ മേടിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അയാൾ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞ് പാർസൽ അയക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അകത്തേക്ക് വരുന്നപ്പോൾ ആൾ നേരെ പാലക്കാടായിട്ട് ടച്ച് ചെയ്തിട്ട് അയാൾ വന്ന് സാധനം വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ ഒരു ഇതിപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70-80 മണിക്കൂറോളം ഉപയോഗിച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല മെഷീനാണ്. സംഗതി ഈ വില കുറഞ്ഞെന്ന് വെച്ചിട്ട് നമുക്ക് അതിൽ ക്വാളിറ്റിയിൽ വേറെ കോംപ്രമൈസ് ഇല്ല, നല്ല മെഷീനാണ്. കാര്യം അഗ്രിൻഡെക്സിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ പാർട്സിലും വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടറും ഹാൻഡിലും മാത്രമേ വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ സംഗതികളും ഈ അഗ്രിൻഡെക്സിൽ വരുന്ന സംഗതിയാണ്. അപ്പോൾ ഇതാണ് മെഷീൻ. മെഷീൻ്റെ ബോക്സ് ഒക്കെ ഇരിക്കുന്നതാണ്. ഞാൻ അതിനകത്തുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടർ ആണ് ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നത്. പിന്നെ കാർബറേറ്റർ വരുന്നത് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെയാണ്, വാൽബ്രോ അല്ല. അതേപോലെ തന്നെയാണ്, പക്ഷെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ വന്നിട്ട് ഹാൻഡിൽ നമുക്ക് ഹോണ്ട ടൈപ്പ് ഹാൻഡിൽ വരുന്നത്. പിന്നെ പൈപ്പ് സ്റ്റീലിനാണ് പൈപ്പ് വന്നേക്കണത്. ബാക്കി ഇതിനകത്ത് വരുന്ന ക്ലച്ച് ആണെങ്കിലും ക്ലച്ച് ഹൗസിങ് ആണെങ്കിലും ഒക്കെ എല്ലാം ഹെവി ഡ്യൂട്ടി സാധനമാണ്. പിന്നെ അതേ ഗിയർ ബോക്സ് ആണെങ്കിൽ അതും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ്. ടാപ്പെങ്ക നമ്മുടെ AG45 വരുന്നത് അതേ ടാപ്പെങ്കാണ് വരുന്നത്. പിന്നെ ഈ ഗാർഡ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഗാർഡ് നമ്മുടെ എന്താണ് കിസാൻഗ്രാഫിൻ്റെ മെഷീനിലൊക്കെ വരുന്ന ടൈപ്പ് ഗാർഡാണ് വരുന്നത്. അത് മഞ്ഞയാണെങ്കിൽ ഇത് ഓറഞ്ച് കളറിലുള്ളതാണ്. ഹസ്കോർണയുടെ മെഷീൻ്റെ സെയിം 143 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം പാർട്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് സെയിം എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ ഒഴികെ മറ്റുള്ള എന്താ പിസ്റ്റൺ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും ക്രാങ്ക് ആണെങ്കിലും ക്ലച്ചൊക്കെ വരുന്ന പറഞ്ഞാൽ ഗംഭീരം. അതായത് ഹെവി ഡ്യൂട്ടി ടൈപ്പുള്ള ക്ലച്ചാണ്. അങ്ങനെ പോയാലും ഒരു 500-600 മണിക്കൂറിൽ ഓടുന്ന ടൈപ്പ് ക്ലച്ചാണ്. അതിൽ ഗിയർ ബോക്സ് ആണെങ്കിലും നല്ല അടിപൊളി ഗിയർ ബോക്സ് ആണ്. ഇപ്പോൾ ടാപ്പാങ്കോ ആണെങ്കിൽ അത്യാവശ്യം ഓടുന്ന ടാപ്പാങ്കോയാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക ക്ലച്ച് അസംബ്ലി ഒക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഹൗസിങ് ആണെങ്കിലും കാഴ്ചയിൽ ഏറെക്കുറെ നമ്മൾ എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ ഹസ്കോർണയുടെ 143 പോലെ ഇരിക്കും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ വെയിറ്റ് കുറവാണ് കേട്ടോ. ഏകദേശം ഒരു 6,500 വെയിറ്റ് വരുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടാങ്ക് വന്നിട്ട് ഒരു 900 ml ടാങ്ക് വരുന്നത്. എനിക്ക് ആകെപ്പാട് ഒരു അപകടം തോന്നുന്നത് വെച്ചാൽ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു സ്റ്റാൻഡാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് വന്നേക്കുന്നത്. പിന്നെ സ്പ്രിംഗ് ലോഡഡാണ് സ്റ്റാൻഡ്. അപ്പോൾ അത് കാരണം എനിക്കതൊരു ചെറിയൊരു അപകടമായിട്ട് തോന്നി. കുഴപ്പമില്ല, 150 രൂപ ചിലവാക്കിയാൽ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം. ഈ സാധനം മാറ്റിയിട്ട് നമുക്ക് മെറ്റലിൽ മേടിച്ചിടാം. അപ്പോൾ അത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. പിന്നെ 43 cc ആണ് വരുന്നത്. ഏകദേശം 2.5-3 അടുത്ത് മൈലേജ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 70-80 മണിക്കൂർ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണാനില്ല. ഏകദേശം ഒരു 5ഓളം പീസ് ഞാൻ ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബോക്സിൽ ഇതൊരു ഷോൾഡർ ബെൽറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഹാൻഡിൽ 2 സൈഡിലുള്ള ഹാൻഡിലും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പെട്രോൾ ഒഴിച്ച് മാറ്റാൻ പറ്റിയിട്ടുള്ളൊരു ചെറിയ ക്യാൻ വന്നിട്ടുണ്ട്. ഏകദേശം 1 ലിറ്ററോളം കൊള്ളും. പിന്നെ അതേ ടാപ്പാങ്കോ നമ്മുടെ AG45 അതേ വരുന്ന ടാപ്പാങ്കോയാണ്. പിന്നെ മറ്റേ ഗാർഡ് ടൂൾ കിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് എഞ്ചിനാണ്, കണ്ടില്ലേ, എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്.
ഇതിൽ ആകപ്പാടി നമുക്ക് ഒരു അപാകത തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രമേ, ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് ഈ ഒരു എന്താണ് ഈ ഗാർഡ്, അതായത് പ്രൊട്ടക്ടറാണ്. ഇത് നമുക്കൊരു 150 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് മാറ്റിയിടാൻ പറ്റും കേട്ടോ. അതും കൂടി കമ്പനിക്ക് മാറ്റി കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു തന്നെ. പിന്നെ വന്നിട്ട് ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ ക്ലച്ച് ആണെങ്കിൽ അടിപൊളിയാണ്, ഹെവി ഡ്യൂട്ടിയാണ്. പിന്നെ എയർ ഫിൽറ്റർ ആണെങ്കിലും നമ്മുടെ AG45 ഒക്കെ വരുന്ന അതേ സെയിം ഇതാണ് വന്നേക്കുന്നത്. പിന്നെ 43 cc എഞ്ചിൻ്റെ പവർ വരുന്നത്, ഒരു 2.1 HP ആണ് ഇതിൻ്റെ ഇത് എന്താണ് CC മറ്റേ പവർ വരുന്നത്, ഹോഴ്സ് പവർ വരുന്നത്. 2 സ്ട്രോക്കാണ് സാധനം കേട്ടോ. നല്ല അടിപൊളി മെഷീനാണ്. ഏകദേശം ഒരു 80 മണിക്കൂറോളം നമ്മൾ ഓടിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പറഞ്ഞ പോലെ ഈ ഒരു കുറഞ്ഞ വിലയിൽ ഇപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും നമുക്കറിയില്ല. എത്രത്തോളം സ്റ്റോക്ക് അവിടെ ഉണ്ട് കമ്പനിയിൽ ഉണ്ടെന്ന് അറിയില്ല. കാര്യം ഇതൊരു ചെറിയൊരു ഓഫർ പോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തു പോകാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിന് ഗ്യാരണ്ടി കിട്ടില്ല, അതുപോലെ തന്നെ ഗ്യാരണ്ടി കൊടുക്കണില്ല. കാര്യം ഈ ഒരു വിലയിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല. ഗ്യാരണ്ടി കൊടുക്കേണ്ട ആവശ്യം കാരണം വെച്ചാൽ വേറെ കംപ്ലയിൻസുകളും കാര്യങ്ങളൊന്നുമില്ല. വന്നാൽ തന്നെ ഇത് സ്ഥലത്ത് തീരാവുന്ന കേസുള്ളൂ. പിന്നെ ഇതിന് സബ്സിഡി കിട്ടില്ല, അതും പറഞ്ഞേക്കാം. എല്ലാവരും വിളിച്ച് ചോദിക്കും, മെഷീൻ കാണുമ്പോൾ ചോദിക്കും സബ്സിഡി കിട്ടുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സബ്സിഡി ഇല്ല ഇതിന്. പിന്നെ 2.5 മണിക്കൂറുള്ള മൈലേജ് ഉണ്ട്. പിന്നെ തെറ്റില്ലാത്ത മെഷീനാണ്. അതായത് നമ്മൾ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ AG45 പോകണമെന്നില്ല. ഈ ഒരു മെഷീൻ മേടിച്ചാൽ നമുക്ക് വീട്ടുകാർക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും തുടക്കക്കാർക്കാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പെട്രോൾ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. പെട്രോളിൽ നമ്മൾ ഫില്ല് ചെയ്തപ്പോൾ വേറെ കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഇതിലേ മറ്റുള്ള മെഷീൻ്റെ ടാങ്കിൽ ഇത് പറഞ്ഞ പോലെയല്ല, അത് കണ്ടാ ഈ ഒരു സംഗതി കൂടി ഉണ്ട് ഇതിൽ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പെട്രോളിൻ്റെ അളവ് അറിയാൻ പറ്റും. ഇതിലിപ്പോൾ എത്ര പെട്രോൾ ഉണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഉണ്ടല്ലോ 30 ml, 20 ml, 10 ml എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് 40 ml എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു പിടിയില്ല, പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ടൈറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ഇത് വലിയൊരു സംഭവം എന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ അതൊക്കെ പമ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് താഴെ പമ്പ് ചെയ്താൽ പെട്രോൾ മേളിൽ കയറി, അതിന് ശേഷം ചോക്ക് ഇടുക. ശേഷം ഇത് ഇത്തിരി ടൈറ്റ് ഉണ്ട് അല്ലേ, സൗണ്ടൊക്കെ നല്ലൊരു സ്മൂത്ത് സൗണ്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ സ്റ്റാർട്ടായി. സൗണ്ടും കുറവാണ്, അത്യാവശ്യം പവറും ഉണ്ട് സാധനത്തിന്. നമ്മുടെ AG45 പവർ പോലെ തോന്നുന്നുണ്ട്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മെഷീൻ ആവശ്യമുണ്ടെങ്കിലേ എന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അതുപോലെ തന്നെ പാർസൽ ലഭ്യമാണ് നമുക്ക്, അതായത് ഓൾ കേരള പാർസൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ അതും നമുക്ക് തരാം. കാര്യം ഞങ്ങൾ ഉപയോഗിക്കുന്ന മെഷീൻസൊക്കെ നമ്മൾ സർവീസിന് ശേഷം നമ്മളത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്കത് ആ ഒരു സംഗതി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, അപ്പോൾ എന്നാലേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.